എനിക്ക് ഇതൊന്നും കണ്ട് ഞാൻ പഠിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ എല്ലാവരും മനസ്സിലായി. നിങ്ങളൊക്കെ സ്വാർത്ഥരാ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം വലുത്. ഞങ്ങളുടെ കാര്യം നല്ല അമ്മാവ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. തീരുമാനം എടുക്കുന്നതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ നോക്കിയാൽ നീ ഒന്നും പറയണ്ട. ഇങ്ങോട്ട് നോക്ക്. സ്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ കല്യാണം നടത്താൻ പോണത്. ആ അമ്മാവന്റെ സ്വത്ത് കണ്ട് മാത്രമാണ് ഈ കല്യാണം. പിന്നെ അമ്മാവന്റെ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റിട്ട് അവരവരുടെ മക്കളെ കെട്ടിക്കും. ആടി അത് അമ്മാവന് മനസ്സിലാവണ്ടേ? കല്യാണം കഴിച്ച് മക്കളെ കെട്ടിച്ചിട്ട് അവരുടെ ബാധ്യതയല്ല ഒഴിഞ്ഞു മാറും. അപ്പൊ പിന്നെ ഇതൊരു ബാധ്യത ആവും. അപ്പൊ ഇന്നെന്ത് ചെയ്യും? കൊണ്ട് വല്ല അനാഥാലയത്തിൽ കൊണ്ടിടും, അല്ല വല്ല വൃദ്ധസ്ഥാനത്ത് കൊണ്ടിടും. നീ എന്താ ഈ സ്വത്ത് പറയണേ? അപ്പൊ നിനക്കും സ്വത്ത് വേണ്ടൂലേ? സ്വത്തും പണമൊന്നും ഇല്ലാണ്ട് അരഞ്ഞെറിഞ്ഞ് നടക്കുന്ന അമ്മാവനാണ് ഞാനെങ്കിൽ നീയും നോക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. എനിക്ക് സ്വത്തൊന്നും വേണ്ടല്ലോ. പിന്നെ വേണ്ടെങ്കിടാ അങ്ങനെ അവരെന്നെ തറഞ്ഞ് ഞാൻ അനാഥ മന്ദിരത്തിൽ പോയി കടന്നുനോക്കി അമ്മാവന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടു നോക്കണം. അതാണ് യോഗക്ക്. 10 പൈസ ഇല്ലാത്തോണ്ട് അമ്മാവനെ എനിക്ക് വേണ്ട, അതല്ലേ? 10 പൈസ എന്തിനീ പൊല്ലാപ്പുണ്ടാക്കി വെക്കുന്നത്? എന്താ ഇപ്പൊ എന്റെ ഒരു തീരുമാനം ഇതാണെങ്കിൽ അതിന് ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം എന്റെ മരുമക്കള്. നമുക്ക് ചേരുന്നൊരു ബന്ധം വരുമ്പോ എനിക്ക് ചേർന്ന ബന്ധാത് ഈ രണ്ട് കെട്ടിക്കാൻ എന്ത് കഷ്ടമുള്ള എന്താ ഇവൻ എന്ത് പറ്റിയടാ? ഞാൻ ഇത്ര പ്രായമായാളല്ലേ, എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടായില്ലേ? ഇവന്റല്ലോ ഇവ ആട്ടുന്തോന്നറിഞ്ഞ ചെന്നായാണവൻ. ഇവന്റെ ശരീരത്തോടുന്ന കറുത്ത രക്തവൻ. അത് അമ്മാവൻ ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ട് വർഷങ്ങളായി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ഇഷ്ടത്തോടെ കല്യാണം നടക്കൂല. വേണ്ട. അയ്യോ അമ്മാവന്റെ ഇഷ്ടങ്ങളുണ്ടല്ലോ, അതങ്ങോട്ട് നടത്തണം. നീ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്താന്ന് പറഞ്ഞ് അവൻ എന്താ ഈ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ? അവൻ ആരാടാ? ഈ വീട്ടിലേക്ക് കയറി വന്ന മരുവൻ. എന്റെ പൊന്നിനൊരു ജീവിതം കൊടുത്താൽ എന്റെ തങ്കത്തിന് എന്നോട് എന്തൊക്കെ അധികാരമുണ്ടോ അത് മുഴുവൻ എന്റെ മരുവനും ഉണ്ട്. അമ്മാവൻ ഇങ്ങോട്ട് വന്ന് ഊണ് കഴിക്കാൻ എന്റെ പട്ടി കഴിക്കും പറഞ്ഞില്ലേ? ഞാൻ ഇങ്ങോട്ട് വരില്ല പറഞ്ഞ അതെന്താ അമ്മാവന് പോവാൻ ഇവിടെ സ്ഥലമില്ലേ? നീ എന്താ അങ്ങനെ സംസാരിക്കണേ? അമ്മാവന് എപ്പോ വേണമെങ്കിലും കയറി വരാനായിട്ട് എന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അമ്മാവനെ ഞാൻ പൊന്നു പോലെ നോക്കും. ഞാൻ അന്ന് മനസ്സിലാക്കിയില്ലല്ലോടാ. സാരില്ല അമ്മാവാ, അമ്മാവന്റെ ഏതാഗ്രഹവും ഈ ക്ലീറ്റോമോ സാധിച്ചു തരും. അമ്മാവാ കണ്ടോ ഈ പറയണ്ടോ? നിന്റെ അപ്പുറത്തേക്ക് ഞാൻ കേട്ടില്ലേ? അമ്മാവാ